64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ മുതൽ സംഘാടക സമിതിയുടെ ചെയർമാൻ മന്ത്രി ശ്രീ രാജനും മറ്റ് ഭാരവാഹികളും ചേർന്ന് 19 കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഓരോ പ്രദേശത്ത് നേരിൽ ചെന്ന് കണ്ട് എന്തെങ്കിലും കുറവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ തൃപ്തികരമായിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നുള്ള ജനകീയ കമ്മിറ്റികളാണ് ഈ മേള നടത്തുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഈ നിലയിലുള്ള ഒരു വിദ്യാർത്ഥി കലാമേള നടത്തുന്നില്ല. ഒരുപക്ഷെ ലോകത്ത് തന്നെ 15,000 കലാകാരന്മാരും കലാകാരികളും 1-2 തട്ടുകളിൽ മത്സരിച്ച് ജയിച്ച് വന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ സ്കൂൾ കലാമേള ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, സ്കൂൾ തലം മുതൽ ഇതിൻ്റെ മത്സരം ആരംഭിക്കുകയാണ്. അത് സംസ്ഥാന തലം വരെ എത്തുകയാണ്. ഒരു കാര്യം ഗവൺമെന്റ് തിരിച്ചറിയുകയാണ്, വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ ഡാൻസ് ഇനങ്ങളിലും മറ്റുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അതെങ്ങനെ പരിഹാരം കാണണമെന്ന് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതുള്ള ജനകീയ കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് ഇതിനാലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ തൃശ്ശൂർ പൂരം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുതുകിലൊരു ശ്രദ്ധ കിട്ടുന്ന മഹോത്സവമാണ്. അപ്പം പൂരമെല്ലാം കണ്ടും നടത്തിയും പരിചയമുള്ള നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ രാജൻ മന്ത്രിയെ പോലുള്ള ജനപ്രതിനിധികളുടെ സഹായം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറ്റമറ്റതായി കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി സഹായം ആയിരുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മാനേജ്മെന്റുകളെല്ലാം, സ്കൂൾ മാനേജ്മെന്റുകളെല്ലാം, എയ്ഡഡ് മാനേജ്മെന്റും അൺഎയ്ഡഡ് മാനേജ്മെന്റും ഗവൺമെന്റ് സ്കൂളിലെ മാനേജ്മെന്റും എല്ലാം പൂർണ്ണ സഹകരണമാണ് നൽകിയിരിക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കളും പൂർണ്ണ സഹകരണമാണ് നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ പറയും. ഇന്ന് സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് വന്ന് തിരിച്ച് തൃശ്ശൂരെത്തിയതാണ്. അത്യുജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ഓരോ സ്ഥലത്തും കിട്ടിയിട്ടുള്ളതെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പീൽ അടക്കം പരിശോധിച്ചാൽ ഒരു 15,000-ഓളം വരുന്ന ആൾക്ക് കുട്ടികൾ, കാരണം നാളെ വൈകുന്നേരം നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് തീർപ്പ് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും 15,000 പേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കോപ്പറേഷൻ സെന്റേഴ്സുകളിൽ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് എല്ലാ സ്ഥലത്തും പോയി. കഴിഞ്ഞ ഉത്സവത്തിനൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുട്ടികൾക്ക് തലേണ, മെത്ത, ഷീറ്റ് ഈ നിലയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് സ്കൂൾ അധികാരികൾ നല്ല പങ്ക് ആ കാര്യത്തിൽ വഹിക്കുന്നുണ്ട്. പരേടൻ നമ്പൂതിരിയാണ് വർഷങ്ങളായി ഭക്ഷണം പാചകം ചെയ്യുന്നത്. അത് പരേടൻ നമ്പൂതിരിക്ക് ഞങ്ങൾ കൊടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതല്ല. ഓപ്പൺ ടെൻഡറിലൂടെ വരുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. ഇന്ന് ഞങ്ങളിലാണോ പോയി പാല് കാച്ചി പായസം എല്ലാം കഴിച്ചു. നാളെ എന്തോ ഒരു പ്രത്യേകതര പായസം ഉണ്ടെന്നാണ് പറയുന്നത്. അത് രഹസ്യമായിട്ട് വച്ചിരിക്കുക. ജഡ്ജസ് ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. 3 ടേമിൽ കൂടുതൽ തുടർച്ചയായിട്ട് വരുന്നവരെ ഒഴിവാക്കുന്നുണ്ട്. ജഡ്ജിമാരിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ എഴുതി ഭാഗത്തുണ്ട്. ജഡ്ജസിന്റെ മുഴുവൻ പേരുടെ ലിസ്റ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടുണ്ട്. സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കരണം ഇന്ന് ഞങ്ങൾ കണ്ടു. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും
ഇത് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തി കണ്ടു. കേരള കലാമണ്ഡലവും നമ്മുടെ ജനറൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. പരീക്ഷയൊക്കെ നടത്തുന്ന നമ്മളാണ്. ഫൈനൽ റിഗേഴ്സ് അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. അക്കോമഡേഷൻ സെന്ററുകൾ വളരെ സജ്ജമാണ്. രജിസ്ട്രേഷൻ നടപടികൾ നിന്ന് ആരംഭിച്ചു. പിന്നെ പാചകപ്പുരയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരേ സമയം 4000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കലോത്സവത്തിൽ ഉത്തരവാദിത്വ കലോത്സവം എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഉത്തരവാദിത്വ ഉപഭോഗം, ഉത്തരവാദിത്വ ഭക്ഷണശീലം, ഉത്തരവാദിത്വ മത്സരം, ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗപ്രദമായിട്ടുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോവുക. ബാർട്ടർ സിസ്റ്റം പോലെ പഴയ സാധനം കൊടുത്ത് പുതിയ സാധനം വാങ്ങിക്കൊടുക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിന് പ്രത്യേക ഒരു കൗണ്ടർ തുറക്കുക.